اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രിയമുള്ളവരെ, നമുക്ക് പരിചയമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. അത് ചൊല്ലിയാളുള്ള നേട്ടങ്ങൾ, ചൊല്ലേണ്ട രൂപങ്ങൾ, അത് അക്ഷരശുദ്ധിയോടുകൂടെ നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ അതിന്റെ ചെറിയ നിലക്കുള്ള ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോൾ വലിയ പവറാണ്. നമുക്കറിയാം, ഈ ഒരൊറ്റ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്നതിലൂടെ ധാരാളം ദർജകൾ ഉയർത്തപ്പെടാൻ കാരണമാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന ഓരോ സ്വലാത്തിനും മഹത്തുക്കൾക്ക് എത്രയാണ് അതിന്റെയൊക്കെ മഹത്വം പറഞ്ഞിട്ടുള്ളത്. അൽ-ഇക്സാറു മിനസ് സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഫ്താഹുൽ ഫറജ് വ നുസൂലുർ റഹ്മത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്ത്, അത് കാരണമായിട്ട് നമുക്ക് ധാരാളം ആശ്വാസം ലഭിക്കുമെന്നും അതുപോലെ തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുമെന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ ധാരാളം നന്മകളുടെ വാതിലുകൾ അവനും തുറന്നു കൊടുക്കുമെന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന ഏതൊരു സ്വലാത്തിനും, ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലാണെങ്കിലും അത് കാരണമായിട്ട് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് മഹത്തുക്കളും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല, സബബുൽ ലിഗ്ഫറാനി ദുനൂബ്, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും കാരണമാകും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്ത്. മാത്രമല്ല, നമ്മളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആ സ്വീകരിക്കണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് കാരണമായിട്ട് ദുആ സ്വീകരിക്കുമെന്ന് മഹത്തുക്കളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഏതൊരു കാര്യത്തിനും, നമ്മുടെ ഏത് പ്രവർത്തനം എടുത്തു നോക്കിയാലും അവിടൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാത്ത ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അപ്പൊ അത്രയും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ആ സ്വലാത്തുൽ ഫാത്തിഹ ആകുമ്പോ വലിയ മഹത്വങ്ങളുണ്ട്. നമുക്ക് അതിന്റെ അർത്ഥം കൂടി നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും കൂടി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ചൊല്ലുകയാണെങ്കിൽ, അക്ഷരശുദ്ധിയോടുകൂടെ ചൊല്ലുകയാണെങ്കിൽ ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലേണ്ട രൂപം നല്ല വൃത്തിയിൽ അക്ഷരശുദ്ധിയോടുകൂടെ, പ്രത്യേകിച്ച് സയ്യിദനാ മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ് എന്ന സ്ഥലത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. اللهم صل على سيدنا محمد الفاتح لما أغلق اللهم صل على سيدنا محمد الفاتح لما أغلق. നിർത്തിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഓതാം, ചൊല്ലാം. അതെല്ലാം നിർത്തുന്നില്ല എങ്കിൽ اللهم صل على سيدنا محمد الفاتح لما أغلق محمد الفاتح محمد എന്നല്ല محمد الفاتح لما أغلق. വേറെ സ്ഥലങ്ങളിലൊക്കെ മുഹമ്മദാന്ന് വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ മുഹമ്മദ് ഇവിടെ കസറാണ്, തൻവീൻ കസറാണ്. അതുകൊണ്ട് മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ് اللهم صل على سيدنا മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ്. തൻവീൻ കസറാണ്, കസറിന് ശേഷം അവിടെ ഒരലിഫുണ്ട്, പിന്നെ ലാമിന് സുക്കൂനാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ് والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد الفاتح لما أغلق
والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിൽ പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും വിദ്യാർത്ഥികൾക്കും സഹോദരന്മാർക്കും മുതിർന്നവർക്കും അല്ലാത്തവർക്കൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ കാര്യങ്ങളൊന്നും പറയാതെ വളരെ സിമ്പിളായിട്ട് വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കാൻ പ്രയാസമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് കോൾ ചെയ്താൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്, അതിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. നമ്മുടെ ചാനൽ പരിശോധിച്ച് നോക്കുക. വീഡിയോകളൊക്കെ ഉപകരിക്കുമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ അയക്കുന്ന വീഡിയോകൾ, പ്രത്യേകിച്ച് നമ്മുടെ ചാനലിലുള്ളത് ഖത്മുൽ ഖുർആന് തുടങ്ങിയിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്, ഓതേണ്ട രൂപങ്ങൾ. സാധാരണക്കാർക്കൊക്കെ ഒരു വലിയ ആഗ്രഹമായിരിക്കും വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുക എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മാകുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കാണാതെ പഠിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد. اللهم അല്ലാഹുവേ സ്വല്ലിനി ഗുണം ചൊരിയണേ, ഗുണം നൽകണേ. اللهم صل على سيدنا محمد. നീ അനുഗ്രഹം ചൊരിയണമേ അലാ സയ്യിദിന മുഹമ്മദ്, നമ്മുടെ നേതാവായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണേ. ഏതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ, അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറക്കുന്നവരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എല്ലാം അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങളെയും വഴികളെയും തുറക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയോ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, കോടിക്കണക്കിന് ആളുകളാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഇന്ന് നിലനിൽക്കുന്നതും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും. എന്തേ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധിയോടെയുള്ള ആ ഒരു ജീവിതം കണ്ടുകൊണ്ട് മുശ്രിക്കീങ്ങളായ ആളുകൾ മുഴുവനും സഹബ കിറമായിട്ട് മാറുകയാണ്. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ പരിശുദ്ധ ഇസ്ലാമിലേക്ക് എത്രയോ ആളുകൾ കടന്നു വരുന്നത്. എന്തേ കാരണം? അൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ, എല്ലാ വഴികളും എല്ലാ ഹൃദയങ്ങളും തുറക്കുന്നവരാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. കാരണം അവിടുത്തെ പഠിച്ച ആ വിശുദ്ധിയോടെയുള്ള ആ ഒരു ജീവിതം പഠിച്ച ഒരാൾക്കും അത് തെറ്റാണെന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹ് ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ, മുമ്പുണ്ടായതെല്ലാം സമാപിച്ചവരായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ, മുമ്പുണ്ടായതിനൊക്കെ സമാപനം കുറിച്ച ഹബീബായ റസൂലുള്ളാഹി ഖാതിമുൻ നബിയീൻ, അവസാനത്തെ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെയും സമ്പൂർണ്ണത പ്രാപിച്ചത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോടെയാണ്. അപ്പൊ മുമ്പുണ്ടായ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ മുഴുവനും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയത്, സമ്പൂർണതയിലേക്ക് എത്തിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വരവോടുകൂടെയാണ്. അതാണ് വൽ ഖാതിമി ലിമാ സബഖ. അപ്പോ അവസാനത്തെ പ്രവാചകരായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എല്ലാം അടഞ്ഞു കിടക്കുന്ന എല്ലാത്തിനെയും തുറക്കുന്നവരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ തങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണേ. പിന്നെയോ നാസിരിൽ ഹഖ് ബിൽ ഹഖ്, സത്യത്തെ സത്യം കൊണ്ട് സഹായിച്ചവരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഒരിക്കലും അനീതി ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഒരാളെയും വഞ്ചിക്കേണ്ടതായ ഒരവസ്ഥ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതത്തിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല,
കളവിന് സാധ്യതയുള്ള വാക്ക് പോലും അവിടുത്തെ നാവിൽ നിന്ന് അവിടുത്തെ മനസ്സിന് ഒതുക്കാത്ത അത്രയും നിഷ്കളങ്കമായ അത്രയും വിശുദ്ധിയോടുകൂടെയുള്ള ആ ജീവിതത്തിന്റെ ഉടമയായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ തങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണേ. വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, വൽഹാദി നേരായ മാർഗം കാണിച്ചു തരുന്നവരായ, ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഴി കാണിച്ചു തരുന്നവരായ, അൽ ഹാദി വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്നവരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണേ. വഴി കാണിക്കുന്നവരാണ്. ഏതാണ്? ഇലാ സിറാത്തിക്കൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരുന്നവരായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, സത്യത്തെ സത്യം കൊണ്ട് സഹായിച്ചവരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, അവസാനത്തെ പ്രവാചകരായ, അതുപോലെ തന്നെ എല്ലാം അടഞ്ഞു കിടക്കുന്ന എല്ലാത്തിനെയും തുറന്നു തരുന്നവരായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ തങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണേ. മാത്രമല്ല വഅലാ ആലിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വഅലാ ആലിഹി, അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ അനുഗ്രഹം ചൊരിയണേ. അവിടുത്തെ കുടുംബത്തിന് വലിയ പവറാണ്. അതാണ് നമ്മൾക്ക് നിസ്കാരത്തിലൊക്കെ എപ്പോഴും പറയുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ മിക്ക പ്രവർത്തനങ്ങളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ അവിടുത്തെ ഓടുകൂടെ പറയുകയാണ്, സ്വലാത്തിലൊക്കെ നിസ്കാരത്തിലൊക്കെ പറയുകയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞതിന് ശേഷം വഅലാ ആലിഹി വസഹ്ബി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാ സമയങ്ങളിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമല്ല അവിടുത്തെ അഹ്ലു ബൈത്തിനെയും ഓർത്തുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യുകയാണ്. അവർക്ക് എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്തിനാ ദുആ ചെയ്യുന്നത്? നമ്മുടെ ഉയർച്ചയ്ക്കും വേണ്ടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹി അൽഅദീം. അവിടുത്തെ സ്ഥാനം എത്ര മാത്രമാണോ, എത്ര മഹത്വമുള്ള സ്ഥാനമാണോ അതെല്ലാം അറിയുന്നവനായ റഹ്മാനേ റബ്ബേ, നിനക്ക് മാത്രമേ അതിനെ അറിയുകയുള്ളൂ. അവിടുത്തെ സ്ഥാനം എത്രത്തോളമുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം മാത്രമല്ല അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ സ്ഥാനം എത്രത്തോളമുണ്ടോ അതെല്ലാം അറിയുന്നവനായ റഹ്മാനേ റബ്ബേ, നീ അതെല്ലാം അറിഞ്ഞുകൊണ്ട് റഹ്മാനേ റബ്ബേ അതെല്ലാം വകവെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. എല്ലാം അറിയുന്നവനായ ഹബീബായ, എല്ലാം അറിയുന്നവനായ റഹ്മാനേ റബ്ബേ, നീ അവർക്ക് നീ അനുഗ്രഹം ചൊരിയണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ദുആ. ഈ ദുആ നമ്മളൊക്കെ എപ്പോഴും ചൊല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ മഹത്വം എന്ന് മാത്രമല്ല അഹ്ലു ബൈത്തിന്റെ മഹത്വം പോലും നമുക്ക് ഒരിക്കലും തന്നെ നമുക്ക് അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. എല്ലാം അറിയുന്നവനായ റഹ്മാനേ റബ്ബേ, നീ അവരുടെ മേൽ അനുഗ്രഹം ചൊരിയണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ മഹത്തായ ദുആ നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.